ശാന്തമാവുന്ന ബംഗ്ലാദേശ്, വിദ്വേഷാഗ്നി പടർത്താൻ സംഘപരിവാർ. അകക്കണ്ണ് AR. ഷെയ്ഖ് ഹസീനയുടെ തേർവാഴ്ചയ്ക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭം ഏകാധിപതിയുടെ സ്ഥാനത്യാഗത്തെയും നാടുവിടലിനെയും തുടർന്ന് കെട്ടടങ്ങുകയും ജീവിതം സാധാരണ നില കൈവരിക്കുകയും ചെയ്തതായാണ് ധാക്കയിൽ നിന്നുള്ള വാർത്തകൾ. അവാമി ലീഗ് അനുകൂലികളായ ന്യൂനപക്ഷ സമുദായക്കാർക്കെതിരെ അങ്ങിങ്ങായി അരങ്ങേറിയ ആക്രമണങ്ങൾ ഇന്ത്യയിൽ രണോത്സുക പ്രതികരണങ്ങൾക്ക് വഴിമരുന്നിട്ടെങ്കിലും മോദി സർക്കാർ നയതന്ത്ര തലത്തിൽ പ്രശ്നപരിഹാരത്തിന് നടത്തിയ ശ്രമം സഫലമായി എന്നാണ് വിലയിരുത്തൽ. ഉത്തരവാദപ്പെട്ട പല ദേശീയ മാധ്യമങ്ങളും യാഥാർത്ഥ്യബോധത്തോടെയാണ് ബംഗ്ലാദേശ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ടും ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളുടെ നേരെ കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കുന്ന അത്യാചാരങ്ങൾക്ക് മറയിടാനും വിദ്വേഷാഗ്നി വീണ്ടും വീണ്ടും ആളിക്കത്തിക്കാനുമാണ് തീവ്ര ഹിന്ദുത്വവാദികളുടെ ശ്രമം. പക്ഷേ ഇടക്കാല സർക്കാരിൻ്റെ മേധാവി മുഹമ്മദ് യൂനുസിൻ്റെ സമചിത്തതയോടെയുള്ള ഇടപെടലും ജനകീയ പ്രക്ഷോഭകരുടെ ന്യായമായ ആവശ്യങ്ങളോടുള്ള ക്രിയാത്മക സമീപനവും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന വാഗ്ദാനവും ബംഗ്ലാ ജനതയെ ശാന്തരാക്കുന്നുവെന്നാണ് വ്യക്തമാവുന്നത്. അതോടെ ഇന്ത്യയിലെ കാടിളക്കിയുള്ള വിദ്വേഷപ്രചാരണവും അല്പായുസാവാനാണിട. അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാനുള്ള ത്വരയിൽ ഹസീന രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും തകർത്ത് കളഞ്ഞതായി മുഹമ്മദ് യൂനുസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ജുഡീഷ്യറിയെ തകർത്തു, 1.5 പതിറ്റാണ്ട് നീണ്ട ആക്രമണത്തിലൂടെ ജനാധിപത്യ അവകാശങ്ങൾ അടിച്ചമർത്തി എന്നാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത്. 8 കൊലപാതകങ്ങൾ, ഒരു തട്ടിക്കൊണ്ടുപോകൽ, മനുഷ്യത്വവിരുദ്ധമായ കുറ്റകൃത്യങ്ങൾ, വംശീയ ഉന്മൂലനം തുടങ്ങി 11 കേസുകൾ ഇപ്പോൾ തന്നെ ഹസീനയ്ക്കെതിരെ നിലവിലുണ്ട്. അതേസമയം അവാമി ലീഗിൻ്റെ ഏകകക്ഷി ഭരണത്തിനും ഹസീനയുടെ സ്വേച്ഛാവാഴ്ചയ്ക്കുമെതിരായി അരങ്ങേറിയ ജനകീയ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും വഴിതെളിയിച്ച സംഭവവികാസങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന റിപ്പോർട്ടുകളും ഇന്ത്യൻ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ദ ഹിന്ദു ലേഖകൻ റബീഉൽ ആലമിൻ്റെ ഓഗസ്റ്റ് 10 പത്രത്തിൽ ദ മേക്കിംഗ് ഓഫ് ദ ബംഗ്ലാദേശ് റിവോൾട്ട് എന്ന മുഴുപേജ് റിപ്പോർട്ടിൽ നിന്നുള്ള ഏതാനും ഭാഗമാണ് ചുവടെ. ജൂലൈ 20 ശനിയാഴ്ച പുലർച്ചെ ധാക്കയ്ക്ക് വെളിയിലുള്ള സാവർ ഉപജില്ലയിലെ മൻസൂർ നഗർ ഹൗസിംഗ് എസ്റ്റേറ്റിൽ ബംഗ്ലാദേശ് പോലീസിലെ ഡിറ്റക്റ്റീവ് വിഭാഗത്തിൽ നിന്നാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ സാധാരണ വസ്ത്രധാരികളായ 8-10 ആളുകൾ വന്ന് 1971 വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത 70-കാരൻ അബുൽ ഖൈറിൻ്റെ ഗേറ്റിന് മുട്ടി. ഗേറ്റ് തുറക്കാനാവശ്യപ്പെട്ട ആഗതർ തുറന്നില്ലെങ്കിൽ തകർക്കുമെന്ന് അട്ടഹസിച്ചു. തുടർന്നവർ ബലം പ്രയോഗിച്ച് അകത്ത് കടന്നു. ഫോണുകൾ പിടിച്ചെടുത്തു. അബുൽ ഖൈറിൻ്റെ 2 മക്കളായ ആരിഫ് സോഹലിനെയും മുഹമ്മദ് അലി ജോവലിനെയും പിടികൂടി. സോഹലിനെ വിട്ടയച്ചു. ജോവലിനെ 36 മണിക്കൂറുകളോളം കാണുവാനുണ്ടായിരുന്നില്ല. അയാൾ അടിക്കുകയും ഭക്ഷണം നിഷേധിക്കുകയും ചെയ്തു. ബലപ്രയോഗത്തിലൂടെ അപ്രത്യക്ഷനാകുന്ന മറ്റൊരു ഇര മാത്രമാണ് അവനെന്ന് കുടുംബം പറയുന്നു. വിമതരെ അമർത്താൻ മുൻ പ്രധാനമന്ത്രി ഹസീനയുടെ ഗവൺമെൻറ് പ്രയോഗിക്കുന്ന സാമാന്യ രീതിയാണിതെന്ന് ബംഗ്ലാദേശിലെ ജനങ്ങൾ പറയുന്നു. ജഹാംഗീർ നഗർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ കൺവീനർ എന്ന നിലയിൽ ജൂലൈ 1 ആരംഭിച്ച വിവേചനത്തിനെതിരായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാണ് ജുവൈൻ ചെയ്ത കുറ്റം. 1971 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ മക്കൾക്ക് 30% സംവരണം ഏർപ്പെടുത്തിയതിനെതിരെയായിരുന്നു പ്രക്ഷോഭം. മൃഗീയമായാണ് ഗവൺമെൻറ് പ്രക്ഷോഭത്തെ നേരിട്ടത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും പ്രതിപക്ഷ നേതാക്കളും ജനങ്ങളും അറസ്റ്റിലായി. ജൂലൈ 19 രാത്രി കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടു. പട്ടാളവും പോലീസും പ്രക്ഷോഭകരുടെ നേരെ വെടിവെക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന പ്രക്ഷോഭത്തെ ഇന്ത്യ ഗവൺമെൻറ് വിശേഷിപ്പിച്ച പോലെ ഹസീനയുടെ നടപടി ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യമായാണ് അവർ ചിത്രീകരിച്ചത്. ഇന്റർനെറ്റ് സർക്കാർ കട്ട് ചെയ്തു. 439 പേർ കൊല്ലപ്പെട്ടതായി ബംഗ്ലാദേശിലെ പ്രമുഖ പത്രമായ പ്രോത്തം ആലോ റിപ്പോർട്ട് ചെയ്തു. അവാമി ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ ബംഗ്ലാദേശ് ഛാത്ര ലീഗാണ് ക്യാമ്പസുകളിലെ ജീവിതം കൈയടക്കി വച്ചിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഛാത്ര ലീഗിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് എല്ലാ ആനുകൂല്യങ്ങളും. തൊഴിലിനു വേണ്ടിയുള്ള പരീക്ഷകളുടെ സുതാര്യത ഭയങ്കരമായി കളഞ്ഞുകുളിച്ചിരിക്കുന്നു. പരീക്ഷ പേപ്പർ ചോർച്ച സാധാരണമാണ്. വൈവ ബോർഡുകൾ ഛാത്ര ലീഗിലെ അപേക്ഷകരോട് പക്ഷപാതിത്വം കാട്ടുന്നു. തന്മൂലം ഒരു ജോലിക്കും പ്രതീക്ഷ മറ്റു വിദ്യാർത്ഥികൾക്കില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം മാത്രമല്ല ഹസീന ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിയത്. 2001 മുതൽ 600 പേരെങ്കിലും കാണാതായതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. സസ്പെൻഷനിലായ ബ്രിഗേഡിയർ ജനറൽ അബ്ദുല്ലാഹിൽ അമാൻ അഴ്സമി ഐനാഖർ തടങ്കൽ സെന്ററിൽ നിന്ന് 8 വർഷമായി തടവിൽ കഴിഞ്ഞ ശേഷമാണ് ഓഗസ്റ്റ് 6 മോചിതനായത്.
ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന പ്രൊഫസർ ഗുലാം അസമിൻ്റെ മകനാണ് അദ്ദേഹം. 2016 ഓഗസ്റ്റ് 23 വസതിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു ബ്രിഗേഡിയറെ. ഹസീനയാവട്ടെ ഐനാഘറോ മറ്റു 23 തടങ്കൽ ക്യാമ്പുകളോ ഇല്ലെന്ന് തന്നെ ആവർത്തിച്ച് നിഷേധിച്ചു കൊണ്ടിരുന്നതാണ്. പ്രസംഗിക്കാനും സമ്മേളിക്കാനുമുള്ള സ്വാതന്ത്ര്യം സർക്കാർ നിഷേധിക്കുന്നതായി മീഡിയ പരാതിപ്പെട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. ഡിജിറ്റൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം 255 പത്രപ്രവർത്തകരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. 2018 ഒക്ടോബറിനും 2023 സെപ്റ്റംബറിനുമിടയിൽ 1436 കേസുകൾ 4520 പേരിൽ ചുമത്തപ്പെട്ടിട്ടുണ്ടെന്ന് CGS പറയുന്നു. കോടതി വിധിക്ക് പുറത്തുള്ള കൊലകൾ, ബലം പ്രയോഗിച്ചുള്ള കാണാതാവൽ, അഴിമതി തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്യാൻ പത്രപ്രവർത്തകർ കടുത്ത വെല്ലുവിളിയെ നേരിടുന്നു. സർക്കാരിനെ അനുകൂലിക്കുന്ന പത്രങ്ങളാവട്ടെ അളവറ്റ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതാണ് ദ ഹിന്ദു ലേഖകൻ എടുത്തുകാട്ടിയ ഉദാഹരണങ്ങളിൽ ചിലത്. മുസ്ലിം രാജ്യങ്ങളിലെ ഏകാധിപതികൾക്കും സൈനിക ഭരണാധികാരികൾക്കും പുറത്ത് സെക്യുലർ ബോർഡ് തൂക്കിയാൽ ആഭ്യന്തര രംഗത്ത് ജനാധിപത്യ അവകാശങ്ങളോ പൗരാവകാശങ്ങളോ തെല്ലും പരിഗണിക്കാതെ ഏത് അത്യാചാരവും ആകാം. മത തീവ്രവാദ മുദ്രകുത്തി ഏത് കൂട്ടായ്മയെയും അടിച്ചമർത്താം. വ്യക്തികളെ തൂക്കിക്കൊല്ലാം. ആയുഷ്കാലം മുഴുവൻ ഇരുട്ടറകളിൽ പാർപ്പിച്ച് മനുഷ്യത്വരഹിതമായി പീഡിപ്പിക്കാം എന്നതാണ് ഇപ്പോഴത്തെ സാമാന്യ അനുഭവം. അറബ് വസന്തം അരങ്ങേറിയ നാടുകളും ബംഗ്ലാദേശുമൊക്കെ അതാണ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സാമാന്യ അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഭരണാധികാരിക്ക് എത്ര ജനപിന്തുണ തെളിയിച്ചാലും ലഭിക്കുന്ന മുഖമുദ്ര ഏകാധിപതിയുടേതായിരിക്കുമെന്നും തുർക്കിയയിലെ ഉർദുഗാന്റെ അനുഭവം തെളിയിക്കുന്നു.